ഇപ്പോൾ സമയം വൈകുന്നേരം 4:30 ആയിട്ടുണ്ട് കേട്ടോ. ഇത്രയും നേരം ഇവിടെ നല്ല മഴയായിരുന്നു. അപ്പോൾ കുറേ നാളായിട്ട് നമ്മുടെ അടുത്ത് മഴ അങ്ങനെ പെയ്യുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ കുറേ നാൾ കൂടി അടിപൊളി മഴ കിട്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ മഴ പെയ്യുമ്പോൾ ഉള്ളൊരു കുഴപ്പം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ സിറ്റ് ഔട്ടിലേക്ക് നിറയെ വെള്ളം ഇങ്ങനെ ചാടി വരും കേട്ടോ. അതായത് നമുക്കിവിടെ സൺഷെയ്ഡ് ഇല്ലാത്തതുകൊണ്ട് മൊത്തം വെള്ളം ഇങ്ങനെ ചാടി വരും. അപ്പോൾ നമുക്കിങ്ങനെ ഇവിടെ ഇരുന്ന് മഴ ആസ്വദിക്കാനൊന്നും പറ്റുമൊന്നുമില്ല. പക്ഷേ അതിൻ്റെ കൂടെ ഒരു ഗുണവും കൂടിയുണ്ട്. കാരണം നമ്മുടെ ഈ സിറ്റ് ഔട്ടിൽ വെച്ചിരിക്കുന്ന ഈ ചെടികളൊക്കെ മഴയുള്ള സമയത്ത് നമുക്ക് പ്രത്യേകിച്ച് നനയ്ക്കേണ്ടി വരില്ല. കാരണം ഇതിനകത്ത് മൊത്തം വെള്ളം ചാടും. അപ്പോൾ ഇപ്പോൾ മഴയൊക്കെ പെയ്തിട്ട് വെള്ളമൊക്കെ ചാടി ഇവരിങ്ങനെ നല്ല ഉഷാറായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ചെടിയിലൊക്കെ നിറയെ പൊടി ഉണ്ടായിരുന്നു കേട്ടോ ഈ ലീഫിൽ. അപ്പോൾ ഈ പൊടിയൊക്കെ കളയണമെന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. പക്ഷേ അപ്പോഴത്തേക്കും മഴയൊക്കെ ഇങ്ങനെ പെയ്തു. നമ്മുടെ വീട് റോഡ് സൈഡിലായതുകൊണ്ട് ഇവിടെയുള്ള എല്ലാ ചെടിയിലും ഇങ്ങനെ പൊടി ഉണ്ടാവും. ഇതൊക്കെ കണ്ടില്ലേ, ഇത് നല്ല സുന്ദരിയായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ ചാടി മഴവെള്ളം, നമ്മൾ വെള്ളം ഒഴിക്കണേക്കാളൊരു സുഖമായിരിക്കില്ലേ ഇവർക്ക് മഴവെള്ളം ചാടുമ്പോൾ. അപ്പോൾ ഇതിലൊക്കെ കുറച്ച് ഡ്രൈ ലീവ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് കളയണം. പിന്നെ ഇത് ഇന്നർ പോട്ടുള്ള ചട്ടി ആയതുകൊണ്ട് ഇതിൽ കുറച്ച് വെള്ളമൊക്കെ ഇങ്ങനെ കെട്ടിക്കിടക്കും മഴ ഉള്ളപ്പോൾ. അത് നമ്മൾ എടുത്ത് കളഞ്ഞാൽ മാത്രം മതി. ഈ ഒരു അഗ്ലോണിമൊക്കെ കണ്ടോ, എന്ത് ഭംഗിയായിട്ട് നല്ല ഉഷാറായിട്ട് നിൽക്കുകയാണ് മഴവെള്ളമൊക്കെ ചാടിയിട്ട്. പിന്നെ ഇത് ഞാനിപ്പോൾ പുതിയതായിട്ട് നട്ടിട്ടുള്ളൊരു കുഞ്ഞ് അഗ്ലോണിമ ചെടിയാണ് കേട്ടോ. പിന്നെ ഇവിടെ ഞാനൊരു മോൺസ്റ്റർ പ്ലാന്റ് വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ ചെടിയാണ്. അപ്പോൾ ഇതിൻ്റെ ലീഫിലൊക്കെ ഫെലിസ്ട്രേഷനൊക്കെ ഇങ്ങനെ വന്ന് തുടങ്ങിയിട്ട് ഉള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതിലൊക്കെ നിറയെ പൊടി ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ലീഫുണ്ട്, ഇത് പുതിയതായിട്ട് വന്നിട്ടുള്ളൊരു ലീഫാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ലീഫിൽ പക്ഷേ വെള്ളം അങ്ങനെ അധികം ചാടിയിട്ടില്ല എന്ന് തോന്നുന്നു. പൊടിയൊക്കെ അങ്ങനെ തന്നെ ഇതിനകത്ത് ഇരിക്കുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല, അടിപൊളിയായിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ പുറത്ത് വെച്ചിരിക്കുന്ന ചെടികൾ ഒക്കെ നല്ല ഉഷാറായിട്ട് തന്നെയാണ് കേട്ടോ നിൽക്കുന്നത്. റോസയിലൊക്കെ പൂക്കളൊന്നും കഴിഞ്ഞിട്ടൊന്നുമില്ല, പൂക്കളൊക്കെ അതുപോലെ തന്നെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് എനിക്ക് ശ്രദ്ധിക്കാനൊന്നും പറ്റിയിട്ടില്ല. അതിൻ്റെ തൊട്ടപ്പുറത്തേക്കുന്ന യൂഫോബിയയുടെ റെഡ് കളർ പൂക്കളുണ്ടാകുന്ന ചെടിയാണ്. പിന്നെ ഇതൊരു മുല്ലയാണ് കേട്ടോ, എന്തോ ഒരു ടൈപ്പ് മുല്ലയാണ്. ഒറ്റ സ്റ്റെമ്മേ ഉള്ളൂ, പക്ഷെ നല്ല ഹെൽത്തി ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അതിൻ്റെ തൊട്ടപ്പുറത്തും യൂഫോബിയയുടെ പ്ലാന്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ അടിപൊളിയായിട്ട് പിടിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷം അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.